നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അതിമനോഹരമായ ഒരു സബ്ജക്റ്റാണ് ഞാനിന്ന് എടുക്കുന്നത്. കാരണം ഈ ഒരു വിഷയം എൻ്റെ ജാതകത്തിൽ ഉണ്ട്. അപ്പം ഒരുപാട് ക്രൈസിസ് ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ എനിക്കൊരുപാട് കോൺഫിഡൻസ് തന്ന ഒരു വിഷയവും കൂടിയാണ് ഇത്. സാറ്റേൺ വ്യാഴം തമ്മിലുള്ള ബന്ധം. ഔട്ടർ പ്ലാനറ്റുകളാണ് സാറ്റേണും വ്യാഴവും. അതെന്തുകൊണ്ടാണ് ഔട്ടർ പ്ലാനറ്റ് എന്നൊക്കെ പറയുന്നതിനെക്കുറിച്ച് ഞാൻ പിന്നീട് അതിന് വേണ്ടിയിട്ട് ഇന്നർ പ്ലാനറ്റ് ആൻഡ് ഔട്ടർ പ്ലാനറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ സീരീസ് ചെയ്യാം. അത് കുറച്ചധികം പറയാനുണ്ട്. കാരണം അത് വേറൊരു സ്റ്റൈലിൽ പറയേണ്ടതാണ്. ഈ വിഷയത്തിൻ്റെ സുഖം അതങ്ങ് പോവും. കാരണം ഇതെനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. കാരണം എനിക്ക് അനുഭവമുള്ളൊരു കാര്യമാണ്. എനിക്ക് പേഴ്സണലി ബാക്കി ഞാൻ പറയുന്ന 90% കാര്യങ്ങളും മറ്റുള്ളവരുടെ ജീവിതാനുഭവങ്ങൾ എൻ്റെ അടുത്ത് പറയുമ്പം കൺസൾട്ടേഷനിലൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ വല്ലാണ്ട് അവരുടെ ആ അനുഭവം നമ്മൾ കേൾക്കുന്ന സമയത്ത് അത് അതേപോലെ നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകും. പക്ഷേ ആ കോള് കട്ടായി അവർക്ക് പരിഹാരം കൊടുത്ത് നമ്മൾ അടുത്ത കോളിലേക്ക് പോകുമ്പം അല്ല അടുത്ത കൺസൾട്ടേഷനിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ അടുത്തായിരിക്കും. പക്ഷേ എന്നാൽ പോലും എന്തൊക്കെ കൊണ്ടാണ് അത് വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ജിജ്ഞാസയും ഒരു നിരീക്ഷണവും കൊണ്ട് തന്നെ നമുക്ക് ആ വിഷയം ഞാൻ പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതാണ്. എൻ്റെ ഒബ്സർവേഷൻസ് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇതെല്ലാം ഞാൻ ഈ ചെയ്ത വീഡിയോയിലെ എല്ലാ അനുഭവങ്ങളും കൂടെ അനുഭവിക്കാനുള്ള സമയമൊന്നും എൻ്റെ ഒരു ഫുൾ ലൈഫിൽ ഉണ്ടാവില്ല. ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ എത്ര 10, 60 അല്ലെങ്കിൽ 70, 80 വർഷമല്ലേ ഉള്ളൂ. ഈ 80 വർഷത്തിനിടയിൽ ഞാൻ ഈ പറഞ്ഞ അത്രയും കാര്യങ്ങൾ എത്രയോ ആൾക്കാരുടെ ജീവിതത്തിൽ ഓരോ സമയങ്ങളിൽ എത്രയോ കാലത്തിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊന്നും എല്ലാം ഒന്നും അനുഭവിക്കാനുള്ള ഭാഗ്യം ആർക്കും ഉണ്ടാവില്ല. നല്ലതായാലും ചീത്തയായാലും എല്ലാം ഒന്നും അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ല. എല്ലാവർക്കും എല്ലാം ഒന്നും ഇല്ല. അത് സുഖമാണേലും ദുഃഖമാണേലും എല്ലാം ഒന്നും പറ്റില്ല. പക്ഷേ നമ്മൾ ഓരോരുത്തരുടെ നിരന്തരമായി ആൾക്കാരെ കാണുകയും ഇടപെടുകയും ചെയ്യുമ്പം അവരിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ, അവർ മനസ്സറിഞ്ഞ് പറയുന്ന കാര്യങ്ങൾ, അവർ പറയുന്ന സത്യസന്ധമായ കാര്യം നമുക്കത് കേൾക്കുമ്പോൾ അറിയാം. നമ്മുടെ ഉള്ളിൽ തട്ടും ഇങ്ങനെ. അതിലൂടെയൊക്കെയാണ് നമ്മൾ പല കാര്യങ്ങളും പറയുന്നത്. എന്നാൽ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി അനുഭവമുള്ളതും ഞാൻ ഒരുപാട് പേരുടെ ഹോറോസ്കോപ്പ് കാണുകയും അതുപോലെ തന്നെ ഈ ശനി വ്യാഴ യോഗം, ശനിയുടെ മേൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി, അതുപോലെ തന്നെ 5, 9 ഭാഗങ്ങളിലായിട്ട് ശനി നിൽക്കുമ്പം, അതായത് വ്യാഴത്തിൻ്റെ 5-ലോ 9-ലോ വ്യാഴം വെച്ച് എണ്ണുമ്പോൾ 5-ലോ 9-ലോ വ്യാഴത്തിൻ്റെ ത്രികോണത്തിൽ ശനി വരുമ്പോഴാണ് ഈ ദൃഷ്ടി വീഴുന്നത്. അപ്പം അതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഒന്നാമത്തേത് ശനി വ്യാഴ യോഗം. ശനിയുടെ മേൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി. വ്യാഴത്തിൻ്റെ മേൽ ശനിയല്ല, ശനിയുടെ മേൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി. ഇപ്പം ശനിയുടെ 3-ൽ വ്യാഴം നിൽക്കുകയാണെങ്കിൽ 3, 4, 5, 6, 7, 8, 9, 10, 11 ശനിയിലേക്ക് വ്യാഴം ദൃഷ്ടിയില്ല. മനസ്സിലായോ? അതായത് ശനിയുടെ മേൽ വ്യാഴ ദൃഷ്ടി എന്നാണ് ഞാൻ പറയുന്നത്. അത് ശ്രദ്ധിക്കണം. വ്യാഴത്തിന് മേലുള്ള ശനി ദൃഷ്ടിയല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ശനിയുടെ 3-ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നതെങ്കിൽ ശനിയുടെ ദൃഷ്ടി വ്യാഴത്തിനുണ്ടാവും, പക്ഷേ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ശനിക്ക് ഉണ്ടാവില്ല. പക്ഷെ എന്നാൽ വ്യാഴത്തിൻ്റെ 5-ലോ 9-ലോ ആണ് ശനി നിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ കൂടെയാണ് നിൽക്കുന്നതെങ്കിൽ, 1, 5, 9-ലാണ് നിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ 7-ലാണ് ശനി നിൽക്കുന്നതെങ്കിൽ ഓക്കെ, വ്യാഴത്തിൻ്റെ ദൃഷ്ടി വീഴും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വ്യാഴത്തിൻ്റെ കൂടെ വ്യാഴത്തിൻ്റെ 5-ലോ 9-ൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ശനിക്ക് വീഴുന്നത് കുറച്ച് ഗുണങ്ങളുണ്ടാവും. പക്ഷേ ശനിയുടെ ദൃഷ്ടി തിരിച്ച് വ്യാഴത്തിന് വീഴുന്നുണ്ട്. ശനിയുടെ ദൃഷ്ടിക്ക് യോഗത്തെക്കാട്ടിലും കൂടുതൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഇപ്പോൾ ശനി വ്യാഴ യോഗം എന്ന് പറയുന്നത് ശരിക്കും ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് അവരെ ഒരു സമയം കഴിയുമ്പോൾ കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു യോഗമാണ്. ഞാൻ പഠിപ്പിച്ച ഒരുപാട് വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് ജ്യോതിഷമല്ല തന്ത്രശാസ്ത്രവും ഈശ്വരോപാസനയും പഠിപ്പിച്ച ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഈ ശനിവ്യാഴ ബന്ധം ഞാൻ വളരെ എവിഡൻ്റായിട്ട് കണ്ടിട്ടുമുണ്ട്. അതുപോലെ തന്നെ വ്യാഴത്തിന് രാഹു ബന്ധങ്ങളും. അപ്പം ഇവിടെ നമ്മൾ 7-ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ പോലും നമ്മൾ ഈ ഒരു വിഷയം കൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഒരുപാട് പ്രശസ്തരായിട്ടുള്ള
ആധ്യാത്മിക ആചാര്യന്മാരുടെ ജാതകത്തിൽ വ്യാഴത്തിൻ്റെ 5-ലോ 9-ലോ അല്ല വ്യാഴത്തോടൊപ്പമോ ആയിരിക്കും ശനി. അത് എവിടെ വ്യാഴം നിന്നാലും, ഈവൻ വ്യാഴം 12-ൽ നിന്നാൽ പോലും വ്യാഴത്തിൻ്റെ കൂടെയോ വ്യാഴത്തിൻ്റെ 5-ലോ വ്യാഴത്തിൻ്റെ 9-ലോ ആയിരിക്കും എന്നുള്ളതാണ്. കേരളത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് അധികമാരും അങ്ങനെ ചർച്ച ചെയ്യുന്ന കണ്ടിട്ടില്ല. പക്ഷേ നോർത്ത് ഇന്ത്യൻ സൈഡിൽ ചില അസ്ട്രോളജേഴ്സ് സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ അവർ ആദ്യം പറയുന്നത് ശ്രീരാമകൃഷ്ണ ചേതൻ്റെ തോന്നുന്നു ജാതകം, അതുപോലെ തന്നെ ഒരുപാട് പേരുടെ മാതാ അമൃതാനന്ദമയ അങ്ങനെ എനിക്കറിയാവുന്ന ഇന്ത്യയിൽ കിട്ടിയിട്ടുള്ള ഒരുപാട് സ്പിരിച്വലായിട്ടുള്ള ആൾക്കാരുടെ നിങ്ങൾക്ക് നെറ്റിലടിച്ചു കൊടുത്ത ഈ ഹോറോസ്കോപ്പൊക്കെ കിട്ടുമെന്ന് തോന്നും. അപ്പം പലരുടെയും ഇതുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിഷയങ്ങളുടെ പഠനമുണ്ട്. സ്പിരിച്വൽ യോഗങ്ങളിലൊന്നാണത്. സ്പിരിച്വാലിറ്റിയൊക്കെ കത്തിക്കയറുന്ന ഒരു കാലഘട്ടത്തിൽ എനിക്ക് സ്പിരിച്വാലിറ്റി യോഗമുണ്ടെന്ന് സ്വയം ചിന്തിക്കുന്നവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഇതൊന്ന് ഓർമ്മിപ്പിച്ചത്. കാരണം ഈ ഒരു വിഷയം ഞാൻ പഠിച്ച സമയത്ത് എനിക്ക് ഒരുപാട് കോൺഫിഡൻസ് തന്ന ഒരു യോഗമാണ്. ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നത്. വ്യാഴം ആത്മകാരകനാണ്, വ്യാഴം വർഗോത്താംശമാണ്, വ്യാഴം 10-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി ശനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊരു സ്പിരിച്വാലിറ്റിയിലേക്ക് എൻ്റെ നിയോഗമാണ് എന്നെ അവിടേക്ക് എത്തിച്ചത്. വ്യാഴം വക്രമാണ് എന്നൊക്കെയുള്ള സ്വയം വിലയിരുത്തലുകൾ നമ്മുടെ ജാതകം നമ്മൾ പഠിക്കില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ ജീവിതം കൈവിട്ടു പോകുന്ന ചില സമയങ്ങളുണ്ടാകും. നമ്മൾ പോലും അറിയാതെ നമ്മളൊരു തലത്തിലൂടെ കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. നമുക്ക് എന്തിലൂടെയാണ് പോകുന്നത്, നമ്മളൊരു ട്രാൻസ്ഫോർമേഷൻ പോയിൻ്റാണ്, അതൊരു ട്രെയിനിങ് പോയിൻ്റ് പോലെയാണ്, ഒരു ട്രെയിനിങ് കാലഘട്ടം പോലെയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പം നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു ഹോപ്പാണ് ഈ മാതിരി കാര്യങ്ങൾ പഠിച്ചു വെക്കുമ്പോൾ, ജ്യോതിഷം പഠിച്ചു വെക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു വലിയ ആശ്വാസമായിരുന്നു. പക്ഷെ അത് സത്യമായി വന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എത്രയോ പേരെ പഠിപ്പിച്ചു, സ്വയം പഠിച്ച് ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് എത്രയോ പേരെ പഠിപ്പിച്ചു. അപ്പോൾ ഞാനിതൊന്നും പ്ലാൻ ചെയ്തിരുന്നല്ല, എൻ്റെ വീട്ടുകാരത് പ്ലാൻ ചെയ്ത് പഠിപ്പിച്ചതുമല്ല. ഞാൻ വേറൊരു സാഹചര്യത്തിൽ വേറൊരു രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളും കൂടിയാണ് എന്നുള്ളതാണ്. ഒരു 18 അല്ലെങ്കിൽ ഒരു 20 വയസ്സ് വരെ, ഇന്നത്തെ ആ കാലഘട്ടത്തിൽ ഒരു 20 വയസ്സുകാരൻ അല്ലെങ്കിൽ 18 വയസ്സുകാരൻ അല്ലെങ്കിൽ 19 വയസ്സുകാരൻ ചിന്തിക്കുന്ന പോലെ തന്നെ ചിന്തിച്ചിരുന്ന ഒരാൾ തന്നെയാണ്. അങ്ങനത്തെ ജീവിത സാഹചര്യങ്ങളോടും പൊരുത്തപ്പെടാൻ അങ്ങനെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. അപ്പം അത് എങ്ങനെയാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നതെന്നുള്ളത് സ്വയം മനസ്സിലാക്കാൻ എന്നെ സഹായിച്ച ഒരു യോഗങ്ങളിൽ ഒന്നാണിത്. നമ്മളെങ്ങനെ ഗുരുക്കന്മാരുടെ അടുത്ത് എത്തിപ്പെടുന്നു, അല്ലെങ്കിൽ മറ്റു പലരും സാധനയിലേക്ക് വന്നിട്ട് വളരെ അത്ര പഠിക്കാൻ മിടുക്കനൊന്നുമല്ലായിരുന്ന ആവറേജായിട്ട് പഠിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് പഠിക്കാൻ മിടുക്കരായിട്ടുള്ള ആൾക്കാർക്ക് പോലും വഴങ്ങാത്ത ഈ ശാസ്ത്രം എങ്ങനെ വഴങ്ങുന്നു, എന്തുകൊണ്ട് എനിക്ക് കുറേ മണിക്കൂറുകൾ ധ്യാനിക്കാനും ജപിക്കാനും പറ്റുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രത്തോളം, എനിക്കധികം ട്രാവലിങ് പറ്റാത്ത ഒരാളാണ്. എനിക്ക് ഇയർ ബാലൻസിങ്ങിൻ്റെ ഒക്കെ പ്രോബ്ലം പാരമ്പര്യമായിട്ട് തന്നെയുള്ളതാണ്. വീട്ടിൽ അമ്മയ്ക്കുണ്ട്, അതുപോലെ എൻ്റെ പെങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് ദൂരം സഞ്ചരിച്ചാലൊക്കെ ഛർദ്ദിക്കുന്ന ആൾക്കാരാണ്. ഇതൊരു പാരമ്പര്യമായിട്ട് തന്നെ ഉള്ളതാണ്. ഇപ്പം എൻ്റെ മോനും ഉണ്ടത്. അപ്പം അങ്ങനെ കുറേ നമുക്ക് ജനറ്റിക്കലായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയ കുറേ ഈ ദോഷം ഉണ്ടായിട്ട് പോലും, അതുകൊണ്ട് തന്നെ ഞാൻ അധികം അങ്ങനെ ഒരുപാട് യാത്ര ചെയ്തില്ല. എനിക്ക് തലവേദന എടുക്കുമായിരുന്നു. ഈ അവസ്ഥ വെച്ചുകൊണ്ട് ഞാൻ കന്യാകുമാരി മുതൽ അങ്ങ് ഉത്തരാഖണ്ഡ് വരെ, അങ്ങ് ചൈനയുടെ ബോർഡർ വരെ, ബദരിനാഥ് ഇരിക്കുന്നിടം വരെ, അല്ലെങ്കിൽ അവിടെ വരെയൊക്കെ ഈ പല സമയങ്ങളിൽ, പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡിലൊക്കെ ഒരു കാറിലാണ് 41 ദിവസം ആ സ്ഥലത്ത് ആ കുണ്ടും കുഴികളും ഹെയർ പിന്നുകളും ഒക്കെയുള്ള അപകടങ്ങൾ നിറഞ്ഞിരിക്കുന്ന വഴികളിലൂടെ യാത്ര ചെയ്തതൊക്കെ നിരന്തരമായിട്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ സാധിച്ചു എന്നുള്ളത് സ്വയം എന്നിൽ തന്നെ ചിന്തിക്കുമ്പോൾ നമ്മുടെ കർമ്മം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു സ്വയം വിലയിരുത്തലാണത്. അപ്പം നമ്മുടെ ഭയം കുറയും. ഇത്രയൊക്കെ നമ്മൾ ചിന്തിച്ച പോലെ അല്ല പോയെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ചെയ്ത് മുന്നോട്ട് പോയാൽ ഇതിലും ഭംഗിയായിട്ട്, നമ്മൾ ആഗ്രഹിക്കുന്നതിനും ഭംഗിയായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും എന്നുള്ളത് ഉറപ്പാണ്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടമുള്ള, എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് ഈശ്വരപൂജകളും പ്രാർത്ഥനകളും ധ്യാനവും ജപവും ഈശ്വരീയ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതുമൊക്കെ. വാസ്തവത്തിൽ അസ്ട്രോളജിയിലൂടെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതും അതുതന്നെയാണ്. ഈശ്വരീയ വിഷയങ്ങൾ കുറച്ച് ഒരാൾക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയായുള്ളൂ. അപ്പം അതിനെ സഹായിച്ച
അല്ലെങ്കിൽ അത് ചെയ്യാൻ നമ്മൾ പ്രേരിപ്പിച്ച പൂർവജന്മ സുഹൃതത്തിൻ്റെ ഒരു സൂചനയായിട്ടാണ് ശനി വ്യാഴ യോഗം, അല്ലെങ്കിൽ ശനിയുടെ മേൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത്. അപ്പം ഇനി ഇതിനെ, ഈ പറഞ്ഞ സബ്ജക്റ്റ് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഇനി അടുത്തത് നമുക്ക് 7ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ ഒന്ന് ചിന്തിക്കാം. എനിക്കത് സ്പിരിച്വലിയാണ് എനിക്കത് ഉപകാരമായത്. ഈ യോഗം എനിക്ക് വർക്ക് ചെയ്തത് എൻ്റെ സ്പിരിച്വാലിറ്റിയിൽ എൻ്റെ പ്രശ്നങ്ങളെ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ള ആ മനോബലം, പലർക്കും തീരുമാനമെടുക്കാൻ കഴിയാത്ത പല സമയങ്ങളിലും ആ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനം വളരെ ചെറുപ്പത്തിലേ എടുത്ത് എൻ്റെ പാത്ത് ഇതാണെന്ന് തീരുമാനിച്ച്, പലർക്കും അവരവരുടെ പാത്ത് അറിയാമെങ്കിലും സർക്കംസ്റ്റാൻസസ് കൊണ്ട് ഭാവി എന്താവുമെന്ന് പേടിച്ച് തീരുമാനമെടുക്കാൻ ഭയം വരും. പക്ഷേ ഈ ശനിയുടെ മേൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി കഷ്ടപ്പെടാനും തീരുമാനങ്ങൾ എടുക്കാനുമുള്ള കഴിവ് തരും എന്നുള്ളത് ഉറപ്പാണ്. പലരുടെയും ഹൊറോസ്കോപ്പിൽ ഞാനത് കണ്ടുകൊണ്ട് ക്ഷമയും ഉണ്ടാവും. ഒരു വിഷയം കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുമ്പം ക്ഷമയോടെ അത് കാത്തിരുന്ന് അത് സാധിച്ചെടുക്കാൻ ലോങ് ടേം ആയിട്ടുള്ള ഒരു സക്സസ് ഉറപ്പാണ് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചുകൊള്ളുക. നമുക്കിനി 7th ഹൗസിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാം. ഈ ഒരു യോഗം 7th ഹൗസിൽ വന്നാൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത് പാർട്ട്ണർ ആസ് എ ഗൈഡ് എന്നുള്ളതാണ്. പങ്കാളി ഒരു വഴികാട്ടിയാകും എന്നുള്ളതാണ്. വെറും ഒരു കാമുകിയോ അല്ല, മറിച്ച് ജീവിതത്തിന് അർത്ഥം നൽകുന്ന ഒരു ഗുരുവിനെയാണ് അല്ലെങ്കിൽ ഒരു മെൻറ്ററിനെയാണ് നിങ്ങൾ പങ്കാളിയായി തേടുന്നത് എന്നുള്ളതാണ്. ആ ഒരു ചിന്തയുണ്ടാവും. കാരണം തൻ്റെ ഉള്ളിലെ എല്ലാ അപകർഷതാബോധത്തെയും മാറ്റിയെടുക്കാൻ കഴിയുന്ന പുള്ളി ആയതുകൊണ്ടാണ്, അല്ലെ അവളായതുകൊണ്ടാണ് എന്നെ മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് എന്ന് പറയിപ്പിക്കുന്ന ലെവലിലേക്ക് നമ്മളെ എത്തിക്കും. രണ്ടാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്പിരിച്വൽ ഗ്രോത്താണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആത്മീയ വളർച്ചയാണ്. 7th ഹൗസുമായിട്ട് സാറ്റേണിൻ്റെ ബന്ധം വന്നാൽ, അവിടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വീണാൽ ഉള്ള ഒരു പ്രധാന ക്വാളിറ്റി എന്ന് പറയുന്നത് വിവാഹ ജീവിതത്തെ ആത്മീയമായി വളരാനുള്ള ഒരു അവസരമായിട്ട് കാണുന്നു. പങ്കാളിയുടെ അറിവും ഭക്തിയും നിങ്ങളെയും ഈശ്വരനിലേക്ക് അടുപ്പിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈശ്വരീയമായ വിഷയങ്ങളിലേക്ക് അടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടും എന്നുള്ളതാണ്. നമ്പർ 3 മെച്യൂരിറ്റിയാണ്, പക്വത എന്നുള്ള കാര്യമാണ്. തമാശ കളിച്ച് ഷോ ഓഫ് കാണിച്ച് നടക്കുന്നവരെക്കാട്ടിലും മറിച്ച് പക്വതയുള്ള, അറിവുള്ള, ഗൗരവമുള്ള വ്യക്തികളെ ആയിരിക്കും വ്യാഴത്തിന് ശനിബന്ധം വരിക, അല്ലെങ്കിൽ ശനിക്ക് വ്യാഴബന്ധം വന്ന് 7ാം ഭാവമായിട്ട് ബന്ധം വന്നാൽ അവർക്ക് ഇഷ്ടപ്പെടുക. വഴികാട്ടി, പാർട്ട്ണർ ആസ് എ ഗൈഡ് എന്നുള്ളത്. രണ്ടാമത്തത് സ്പിരിച്വൽ ഗ്രോത്താണ്. മൂന്നാമത്തത് മെച്യൂരിറ്റിയാണ്, പക്വതയാണ്. അത് സാറ്റേണും ഇതും കൂടെ പോസിറ്റീവായിട്ട് വരുമ്പോൾ ഉള്ളൊരു ക്വാളിറ്റിയാണ്. നാലാമത്തത് ഷെയർഡ് ധർമ്മബോധമാണ്. ജീവിതത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരാഗ്രഹം, സേവനം, പൂജ, ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുക, ഇതെല്ലാമായിരിക്കും. ഇമോഷണൽ ഇൻഫിഡിലിറ്റി ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പിക്കാം. ഫിസിക്കൽ ഇൻഫിഡിലിറ്റി അത് പല ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ട് ചിലപ്പം മാറ്റം വരാം. പക്ഷേ ഇമോഷണൽ ഇൻഫിഡിലിറ്റി, അതായത് ചതിക്കില്ല എന്നുള്ളത്, മാനസികമായി ചതിക്കില്ല എന്നുള്ളത് പലപ്പോഴും പല ആൾക്കാർക്കും ഈ ശനിക്കൊരു പ്രത്യേകതയുണ്ട്. ശനി ഭയങ്കര വിധേയരാണല്ലോ. വ്യാഴവും അതുപോലെയാണ്, കുറച്ച് വിധേയരാണ്, ധർമ്മബോധം കൂടുതലാണ്. അപ്പം സേവന മനോഭാവം, പൂജയും ഒക്കെയുള്ള ഈ 2 ഗ്രഹങ്ങൾ 7ാം ഭാവമായിട്ട് സ്വാധീനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ കണ്ണടച്ച് വിശ്വസിക്കും. ഇവരങ്ങോട്ടൊരു ഗീവർ പോലെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഷെയർഡ് ധർമ്മ എന്നൊക്കെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു കുറച്ച് ഷെയർ ചെയ്യാനായിരിക്കും ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ഇവർക്കൊരു ഒരു ചതിക്കപ്പെട്ടാൽ ഇവർ ആ സ്പോട്ടിലായിരിക്കും. അത് കഴിയുമ്പോഴായിരിക്കും ഇവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിന് നമ്മളെ ഒരു വിലയുമില്ലായിരുന്നു എന്നും, വളരെ പൂവറിക്കുന്ന ലാഭത്തിൽ അവർ ചിലപ്പം ആഗ്രഹിച്ച കാര്യമായിരുന്നു നമ്മൾ ചെയ്തു കൊടുത്തതെന്നും ഒക്കെ, അതായത് നമ്മൾ പിരിഞ്ഞു പോകേണ്ട അവരുടെ ആവശ്യമായിരുന്നു എന്നൊക്കെ ഉള്ളത് ചിലപ്പം നമ്മൾ തിരിച്ചറിയുന്ന ആ സ്പോട്ടിലായിരിക്കും. കാരണം എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞൊരു ഡയലോഗ് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അതായത് അവൾക്ക് എന്നോട് ഒരു ദിവസവും മിണ്ടാതിരിക്കാൻ പറ്റും എന്ന് തിരിച്ചറിഞ്ഞത്
അവളെന്നെ ചതിച്ചത് ഞാൻ തിരിച്ചറിഞ്ഞ ദിവസമാണ്. അതിനുശേഷം അവർ വിളിച്ചിട്ടില്ല. ഒറ്റ ദിവസം കൊണ്ടൊരൊറ്റ ഗോസ്റ്റിംഗ് എന്നൊക്കെ പറയുന്ന ഒരൊറ്റ പോക്ക്. പക്ഷെ ആ വ്യാഴത്തിൻ്റെ ബലം, വ്യാഴം 7-ൽ നിന്ന ആളായതുകൊണ്ട് ധർമ്മബോധം ഉള്ളത് കൊണ്ട് തന്നെ അയാൾ എന്നേക്കും ആ ബന്ധം അവിടെ അവസാനിപ്പിച്ചു. അവരെ ഉപദ്രവിക്കാനൊന്നും പോയിട്ടില്ല. അവരെ ആദ്യമൊക്കെ കുറേ ദേഷ്യവും സങ്കടമൊക്കെ പെട്ടിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. പല ആവർത്തി എന്നോട് സംസാരിക്കുകയും ഞാനതിനെ ഈശ്വരീയമായ ഒരു വഴിയിലേക്ക് കടത്തി വിടുകയും ചെയ്തുകൊണ്ട് ഇന്ന് അയാൾ വളരെ സന്തോഷവാനായിട്ട് ജീവിക്കുന്നു. അവർ ഇടയ്ക്ക് തമാശ എന്തെങ്കിലും കാണാൻ വരുമ്പോഴൊക്കെ ചുമ്മാ ഞാനിടയ്ക്ക് ചോദിക്കും ഇതൊക്കെ ഓർമ്മയുണ്ടോ എന്നൊക്കെ. അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ, അവർ സ്വസ്ഥമായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങ് ഒഴിഞ്ഞ് ആ ടോപ്പിക്കിൽ നിന്ന് അയാളങ്ങ് മാറുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം ധർമ്മബോധമാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ 7-ലെ ശനിയുടെ ഒരു ദോഷപരിഹാരം, ഒരു ഹീലിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്, ഒരു 7-ലെ ശനി ഒരു തണുപ്പൻ സ്വഭാവത്തെയും കഷ്ടപ്പാടുകളെയും സൂചിപ്പിക്കുന്നതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് ഈശ്വരീയ വിഷയങ്ങളിലൂടെ ആ പ്രശ്നത്തെ പരിഹരിക്കാനുള്ള ഒരു സൊല്യൂഷനും കൂടെ നിങ്ങൾക്ക് ഒരു സുഹൃതമായിട്ട് അവിടെ കിടപ്പുണ്ടെന്നുള്ളതും, നിങ്ങളതിനെ ഹീൽ ചെയ്ത് ആ കർമ്മിക് ഡെപ്റ്റിനെ ഹീൽ ചെയ്ത് പുറത്തു വരാൻ വേണ്ടി ഈശ്വരീയ പരിഹാരങ്ങളും തപസ്സും ഉപയോഗിക്കണം എന്നും നിങ്ങളുടെ നിയോഗം അതാണെന്നും അതുവഴി നിങ്ങൾ സമാധാനപൂർണരാകും എന്നും മനസ്സിലാക്കി തരുന്നു. അടുത്തത് പരസ്പര ബഹുമാനമാണ്. പാർട്ട്നേഴ്സ് തമ്മിലുള്ള റെസ്പെക്റ്റ് എന്ന് നമ്മൾ പലപ്പോഴും ഈ പാർട്ട്നേഴ്സിൻ്റെയൊക്കെ മോട്ടിവേഷൻ കേൾക്കുന്ന സമയത്ത്, മോട്ടിവേഷൻ വീഡിയോസൊക്കെ അല്ല റീൽസൊക്കെ കാണുമ്പോൾ കാണാം, പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളത്. അത് വ്യാഴവും ശനിയും സ്വാധീനിക്കണം. അപ്പം പ്രണയത്തെക്കാൾ ഉപരി ആ റിയാലിറ്റിയിലേക്ക് ഇറങ്ങി വരും. പൈങ്കിളിയൊക്കെ ഉണ്ടാവും, എന്നാൽ പോലും ആ റിയാലിറ്റിയിലേക്ക് ഇറങ്ങി വന്ന് പരസ്പര ബഹുമാനം എന്നുള്ള ഫൗണ്ടേഷനിലായിരിക്കും ഇവരുടെ ബന്ധം നിലനിൽക്കുന്നത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ 6 കാര്യങ്ങളാണ് പങ്കാളിയെ ഒരു വഴികാട്ടിയായി കാണുന്നത്. ആത്മീയമായിട്ടുള്ളൊരു വളർച്ച, പക്വത, ധർമ്മബോധം, അതായത് ഈ ഇൻഫിഡിലിറ്റി, ഇമോഷണൽ ഇൻഫിഡിലിറ്റി ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ. വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുമ്പോൾ ഒരു ആധ്യാത്മിക വഴിയിലേക്ക് കടന്നു പോകാനുള്ളൊരു സുഹൃതം, സ്പിരിച്വലി കയറി വരാനുള്ളൊരു സാധ്യത, സ്പിരിച്വാലിറ്റിയിലൂടെ വരുന്ന സമയത്ത് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്നൊരവസ്ഥ. എല്ലാത്തിലുപരിയായിട്ട് ഇവർ തമ്മിലുള്ള പാർട്ട്നേഴ്സ് തമ്മിലുള്ളൊരു പരസ്പര ബഹുമാനം, വ്യക്തിത്വ വികസനം, ഇതെല്ലാം ഉണ്ടാകും. ഷോ ഓഫുകൾ കുറവായിരിക്കും എന്നുള്ളതാണ്, കാണിക്കൽ കുറവായിരിക്കും, പക്ഷെ ബന്ധം ഭയങ്കര ദൃഢമായിരിക്കും എന്നുള്ളതാണ്. അതിശക്തമായിട്ടുള്ള ദൃഢത അതിലുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം ശനി വ്യാഴ യോഗത്തെക്കുറിച്ചുള്ള ഫലം പറഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ശനി ശുക്രയോഗവും ശനി കുജയോഗവും കൂടിയൊക്കെ ഒന്ന് പറഞ്ഞ് നമുക്ക് 7-ാം ഭാവത്തിൻ്റെ അധിപൻ വിവിധ ഭാഗങ്ങളിൽ നിന്നാൽ എന്നുള്ള വിഷയം കൂടെ പഠിച്ച് നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് പോകാം. ഇതൊരു സീരിയസ് ആണ്, ഇതിനോടൊപ്പം ഇങ്ങനെ സഞ്ചരിക്കും. അപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം പഠിക്കാനും പറ്റുകയും ചെയ്യും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.